Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ KGF-ന്റെ ട്രീസർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ഈ KGF-നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. എല്ലാ അന്യഭാഷാ ചിത്രങ്ങൾക്കും നമ്മളെ മലയാളികൾ ഒരുപാട് സ്വീകാര്യത കൊടുക്കുന്നുണ്ട്. തെലുങ്കിനും തമിഴിനും ഒരുപാട് ഫിലിമുകൾ നമ്മൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പറയാൻ പോകുന്നത് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യമായിട്ട് KGF എന്ന ഒരു ഫിലിം കൊണ്ട് ഇത്ര അധികം ജനശ്രദ്ധ നേടിയെടുക്കുകയും ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഇത്ര അധികം സ്വീകാര്യത കൊടുത്ത ഒരു ഫിലിം വേറെ ഉണ്ടായിട്ടില്ല. കന്നഡ ഫിലിമിൽ നിന്ന് ഒരുപാട് ഫിലിമുകളുടെ പേരൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ KGF പറഞ്ഞ ഒരു ഫിലിം എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് എനിക്ക് കന്നഡ ഫിലിമിൽ അറിയുള്ളൂ. വേറെ ഫിലിമിന്റെ പേരൊന്നും എനിക്കറിയില്ല. എങ്ങനെയുണ്ട് KGF-ന്റെ അഭിപ്രായം എന്താ? റോക്കി ബായ് അടിപൊളി. നിങ്ങൾ എല്ലാവരും KGF കണ്ടിട്ടുണ്ടോ? KGF കണ്ടിട്ടുണ്ടോ? റോക്കി ബായ് എങ്ങനെയുണ്ട്? റോക്കി ബായ് ഇഷ്ടമാണോ? റോക്കി ബായ് സൂപ്പർ അല്ലേ? എങ്ങനെയാണ് റോക്കി ബായ്? എങ്ങനെയാ, പൊള്ളിയാണോ? ശരിക്കും ആളെങ്ങനെയാ, ആളെ ഇഷ്ടം എങ്ങനെയാ, ആളെ കുറിച്ച് എങ്ങനെയാ? നല്ല പവർഫുൾ മാൻ അല്ലേ? കുറച്ച് പിള്ളേരൊക്കെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്, അവരോട് ചോദിക്കാം. അതുപോലെ കുറച്ച് മുതിർന്ന ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ നോക്കാം. ഓക്കെ, നീ KGF കണ്ടിട്ടുണ്ടോ? റോക്കി ബായ് എങ്ങനെ? നല്ല ആളാണെന്നാ ഇഷ്ടം. എനിക്ക് ഫിലിം ഇഷ്ടമായ റോക്കി ബായ്. സെക്കൻഡ് ചാപ്റ്റർ വരുന്നുണ്ട്, അത്ര പുതിയ പാർട്ട്. ടീസർ കണ്ട? നീ വന്നിട്ടില്ല? കാണണട്ടോ, പോയി കാണണം. അപ്പോൾ നീ വെയിറ്റ് ചെയ്യല്ലേ KGF-ന്? പൊളിയല്ലേ? എന്തൊരു ഉഷാറില്ലാത്ത ഒരു അഭിപ്രായം പോയി KGF-നെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയും. നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. പിന്നെ KGF നല്ല ആളാണ്. അതെ, അപ്പോൾ നീ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? നമുക്ക് പിള്ളേരുടെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം അവരാണ് കൂടുതൽ ഇങ്ങനത്തെ ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത്. നീ KGF ഫിലിം കണ്ടിട്ടുണ്ടോ? KGF എങ്ങനെയുണ്ട് അഭിപ്രായം? എന്താ അഭിപ്രായം? അടിപൊളി പടം. KGF-ന്റെ പുതിയ ടീസർ വന്നു കണ്ട? എങ്ങനെയുണ്ട്? നീ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഫിലിം? എനക്ക് ഇഷ്ടമല്ല, റോക്കി ബായിന് ഇഷ്ടമല്ല, പൊളിയാ. അപ്പൊ നീ കണ്ടിട്ടുണ്ടോ KGF? എങ്ങനെയുണ്ട്? എന്താ എന്റെ അഭിപ്രായം? അടിപൊളിയാണ്, അടിപൊളി ഫിലിമാ. നീ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ടീസർ കണ്ടോ? പുതിയ വന്ന ടീസർ? നീ KGF ഫസ്റ്റ് എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും ഫിലിം? 4 വട്ടം കണ്ടിട്ടുണ്ടാവും. അത്രയും ഇഷ്ടമാണ് അല്ലേ KGF ഫിലിം? ഏത് ഭാഷയെന്നറിയോ? റെഡിക്കുള്ള ഭാഷ കന്നഡ ഭാഷയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല. നമ്മളൊരു ചേട്ടനുണ്ട്, ഒരു ഡ്രൈവർ ചേട്ടനുണ്ട്. ആ അടിപൊളിയാണ് ആള്. യഷിൻ്റെ ഒരു ഫാനാണ്. അതുപോലെ KGF വന്ന സമയത്ത്, ഫസ്റ്റ് ചാപ്റ്റർ വന്ന സമയത്ത് നല്ല എന്താ പറയുക, മൂപ്പരെ വണ്ടറ മുകളിൽ ചിക്കറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും KGF-നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് മൂപ്പരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ബസ്സിലുണ്ടാകുന്നറിയില്ല, ഭക്ഷണം കഴിക്കാൻ പോണ ടൈമാണ്. നോക്കി നോക്കാം. അവിടെ ഉണ്ട്. അപ്പോൾ പുതിയ ടീച്ചർ ഒന്ന് കണ്ടില്ലേ? കണ്ടിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. ആദ്യം സെൽഫായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് രമേഷ് എന്നാണ്. എൻ്റെ വീട് ഇവിടെ തൃശ്ശൂരാണ് വീട്. KGF-നെ പറ്റി എന്താ അഭിപ്രായം? KGF വെച്ചാൽ നമ്മളിപ്പോൾ ഈ അടുത്തിറങ്ങിയതിൽ കന്നഡ സിനിമയിൽ ഏറ്റവും അടിപൊളി സിനിമയാണ് KGF. ഞാൻ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിലും തമിഴിലൊക്കെ ഏത് സിനിമ പോയിട്ട് റിലീസാണെന്നൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ കന്നഡ സിനിമ ആദ്യത്തെ ഒരു സിനിമയാണ് ഞാൻ കണ്ടത് KGF എന്നാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതുപോലെ തന്നെ യാഷിൻ്റെ ആക്ടിങ്ങും അതുപോലെ തന്നെ പുള്ളിയുടെ ഇൻട്രോ ഒക്കെ ഭയങ്കര പൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മാസാണ് പുള്ളി. അതായത് ഹൈ മാസ് എന്ന് പറയുമ്പോൾ ഹൈ മാസ് തന്നെയാണ്. അതുപോലെ തന്നെ പുള്ളിയൊരു പറയാൻ പറ്റില്ല, പുള്ളിയുടെ ഒക്കെ വലിയൊരു ഫാനാണ് ഞാനിപ്പോൾ. ശരിക്കും ആ KGF സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പുള്ളിയുടെ വലിയൊരു ഫാനായിക്കാണ് ഞാൻ. ടീച്ചർ കണ്ടാ? പുതിയ ടീച്ചർ കണ്ടിരുന്നു. ആ പുള്ളി അതിൽ സിഗരറ്റ് കത്തിക്കുന്ന സംഭവം ഉണ്ടോ? അയ്യോ, രക്ഷയില്ല അത്. അയ്യോ, പറയാൻ പറ്റില്ല അതിനെ കുറിച്ചിട്ട്. ഞാൻ എന്തായാലും ചേട്ടന്റെ അഭിപ്രായം എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം ചേട്ടൻ അത്രയും ബിഗ് ഫാനാണെന്ന് അറിയാം. ആ സമയത്ത് ചേട്ടൻ പുതിയ ബസ്സിന് എന്താ പറയാ KGF-ന്റെ ചിത്രമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതന്ന് ഫോണിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ്. നമ്മള് അതിന് വാൾപേപ്പർ കെട്ടില് KGF-ല് റോക്കിയുടെ. അതെ, ഞാൻ സ്റ്റാറ്റസ് ഇടക്കിടക്ക് കാണാറുണ്ട് ചേട്ടൻ KGF. എന്താ പറയാ, എത്ര കാലം കഴിഞ്ഞാലും ആ ട്യൂണ്, ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ടുണ്ട്. അതായത് എല്ലാ ഭാഗവും നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും തന്നെ പുള്ളി നടന്നു വരുമ്പോ തന്നെ നമുക്ക് കോരിത്തിരിക്കും. ഭയങ്കരമായിട്ട് എന്തോ ഒരു പുതിയ ടീച്ചർ പറയാനില്ല, ഒരു രക്ഷയില്ല അല്ലേ? പുതിയ ടീച്ചറിനെ കുറിച്ച് പറയാനില്ല. അതായത് ഞാൻ സിഗരറ്റ് എത്തിക്കുന്ന സാധനം തന്നെ അത് ഒരു എന്താ പറയാ ഒരു ഇത് കഴിഞ്ഞിട്ട് പുള്ളി. ഫസ്റ്റ് ചാപ്റ്റർ ഇത്ര മാസമാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ എത്രത്തോളം മാസമായിരിക്കും? അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എക്സൈറ്റ്മെന്റ് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ അത് എങ്ങനെയാ വരിക എന്നുള്ളതൊന്നും നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആകാംക്ഷയോടെ അതായത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതെ, അത് നമുക്ക് നന്നായിട്ട് എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഉണ്ട്. നന്നായിട്ട് ആ ഒരു സിനിമ കാണണം, എങ്ങനെയായിരിക്കും എന്നുള്ള ഒരുപാട് ആകാംക്ഷയുള്ള പടത്തിന് ഉണ്ട്.
ഇനിയൊക്കെ അത് വരുമ്പോ ഞാൻ ഈ സമയത്ത് വന്നത്, ഈ സമയത്ത് ഭക്ഷണം കഴിക്കാണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ടാവുന്ന അറിയാവുന്നതുകൊണ്ടാണ് ബസ്സൊക്കെ നിർത്തിയിട്ട്. ഞാൻ ഉണ്ടാവും വിചാരിച്ചല്ല, എന്തോ ഭാഗ്യത്തിന് കിട്ടി. അപ്പൊ നല്ലൊരു റിവ്യൂ തന്നെയാണ് തന്നത്. എന്താ പറയാ, വ്യൂവേഴ്സിനും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ബാംഗ്ലൂരിനെ കുറിച്ച് അറിയാം, കർണാടകനെ കുറിച്ച് അറിയാം, KGF സ്ഥലത്തിനെ കുറിച്ച് അറിയാം. പക്ഷേ KGF എന്നൊരു സിനിമ എന്നുള്ളത് നമുക്ക് ഇത്രയും നല്ലൊരു സിനിമ നമുക്ക് അത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ കൊടുത്ത് വളരെ ഒരു കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. CID മൂസയ്ക്ക് ശേഷം ഇത്രയധികം അടുപ്പിച്ച് കണ്ട വേറെ ഫിലിം ഉണ്ടായിട്ടില്ല KGF. ബാഹുബലി എന്ന സിനിമ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. തെലുങ്കിൽ തന്നെ ബാഹുബലി ഒരുപാട്. പക്ഷെ അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ KGF. നന്നായിട്ട് അത് ഒരുപാട് തവണ കാണുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയത് തന്നെ ഒരുപാട് തവണ. ഇപ്പോഴും എന്റെ ഫോണിലൊരു സിനിമ ഉണ്ടെങ്കിൽ KGF സിനിമയാണ്. അതുപോലെ തന്നെ ബാഹുബലി, അത് ഒന്ന് രണ്ട് ആക്ഷൻ, അതുപോലെ തന്നെ മാസ് ഫിലിംസാണ് രണ്ടു മൂന്ന് എന്റെ കയ്യിലുള്ളത്. അതെ, പിന്നെ എന്താ പറയാ, KGF പറയുമ്പോ ചെറിയ പിള്ളേര് തൊട്ടിട്ട് മുതിർന്നവർക്ക് വരെ എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ പറയാ. കാരണം എല്ലാവർക്കും ഇപ്പൊ ബസ്സിൽ കയറുന്ന ആൾക്കാർക്ക് വന്ന് ബാഹുബലി ഇറങ്ങിയപ്പോൾ KGF ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിരുന്നു. KGF ബാഹുബലിനെ കുറിച്ച് ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. ബസ്സിലെ കണ്ടക്ടർ ആയാലും നമ്മുടെ അപ്പം ഭക്ഷണം കഴിക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അവ കുറച്ച് ചിലപ്പോൾ വരായിരിക്കും ഇപ്പൊ അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ആ ഒരു ഡയലോഗ് കൊണ്ട് എന്താ പറയാ വലിയ എന്താണ് അമ്മമാരെയൊക്കെ കയ്യിലെടുത്ത്, അതുപോലെ പിള്ളേരനെ റോക്കി ബായ് സലാം, ആ പാട്ടൊക്കെ എന്താ പറയാ വേറെ ലെവലില്ലേ. അപ്പൊ ഇത്രയും നല്ലൊരു അഭിപ്രായം തന്നതിന് താങ്ക് യു. നമ്മളിപ്പോ ഇതേപോലെ പിള്ളേരുടെ ഒക്കെ അഭിപ്രായങ്ങൾ കുറച്ചൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇപ്പൊ തന്നെ കുറച്ച് ലെങ്തി ആയിക്കണ്. അപ്പൊ താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ, നമ്മളിപ്പോ ഡ്രൈവർ ഏട്ടനെ കാണാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ബംഗാളി ഒരു ബായ് നിൽക്കുന്നുണ്ട്. നമുക്ക് ബായോട് ചോദിച്ചു നോക്കാം KGFിനെ പറ്റിയുള്ള അഭിപ്രായം. ബായ്, എങ്ങനെയുണ്ട് KGF ഫിലിം കണ്ട? ബായ് എങ്ങനെയുണ്ട്? ബായ് സൂപ്പർ സൂപ്പർ അടിപൊളി. ബംഗാളികളൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള കിടലം വീഡിയോസ് ആയിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ പറയാറില്ല, പക്ഷേ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ്.